നമസ്കാരം. ക്ഷേത്രത്തിൽ പോയി എങ്ങനെ പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിൽ കൈകൂപ്പി തൊഴുന്നത് എങ്ങനെ എന്നുള്ളത് ഇപ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമാണെന്ന് തോന്നുന്നു. ഇന്ന് മനുഷ്യൻ സഞ്ചരിച്ചു തുടങ്ങി. പല സ്ഥലത്തു നിന്നുള്ള പല തരത്തിലുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ മിക്സ് പരുവമായിട്ട്, ഒരു അവിയൽ പരുവമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ തൊഴുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കരയ്ക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ക്ഷേത്രങ്ങളിൽ. ഇപ്പം ചുരുക്കി പറയാം, കൈകൾ കൂപ്പി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് ശീലമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുക. ചുണ്ടിനോട് ചേർത്ത് വെക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എല്ലാവരും അങ്ങനെ വെക്കണം, അങ്ങനെ വെച്ചേ മതിയാകൂ എന്ന് ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നത്, അറിയാതെ ചെയ്തു പോരുന്നതാണ്. അതുകൊണ്ട് ഇത്രയും കാലം ചെയ്ത് വിഷമിക്കേണ്ട, തെറ്റില്ല, ആരെയും വിഷമിപ്പിക്കുവാനല്ല ഈ വീഡിയോ. അപ്പോൾ അറിയാതെ നാം അങ്ങനെ ശീലിച്ചു പോയി. അപ്പോൾ ഇനി ശ്രദ്ധിച്ച് ഒന്ന് പെട്ടെന്ന് മനസ്സിൽ ഒന്ന് ചിന്തിക്കുക. കൈകൾ ചുണ്ടിനോട് ചേർത്ത് വെച്ച് എച്ചിലാക്കരുത്. കാരണം അത് എച്ചിലാക്കി കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ആ കൈ കൊണ്ട് ക്ഷേത്രങ്ങളിൽ പല സ്ഥലത്തും സ്പർശിക്കും, മണിയടിക്കും, ചന്ദനം തൊടും. ഇതെല്ലാം കൂടി കൊറോണ വന്ന് അതിൻ്റെ ഉള്ള ബിഹേവിയർ പാറ്റേണൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ ചിട്ടകൾ. കൊറോണ ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ജീവിത രീതിയൊക്കെ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ ജീവിച്ചാൽ നന്നാകും. ഇന്ന് എച്ചിലും ഇതൊന്നും നോക്കുന്നില്ല, പല രീതിക്ക് പോവുകയാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്നേഹപ്രകടനമാണെന്നൊക്കെ പറഞ്ഞ് പല വ്യാഖ്യാനങ്ങളും വരുന്നതാണ് കണ്ടിട്ടുള്ളത്. അത് അവരവരുടെ ഇഷ്ടം, കുഴപ്പമില്ല. സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാം. അപ്പോൾ കൈകൾ കൂപ്പി തൊഴുമ്പോൾ ഇങ്ങനെ വെച്ച് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക. ഇങ്ങനെ വെക്കാം, തെറ്റില്ല. ഇനി ശിരസിന് മുകളിൽ കൈവച്ച് തീർച്ചയായിട്ടും വെക്കാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ എച്ചിലാക്കരുത്, ചുണ്ടോട് ചേർത്ത് വെക്കരുത്. പിന്നെ വേറെ ആക്ഷനൊന്നും പറഞ്ഞിട്ടില്ല, വേറെ ക്രിയകളൊന്നും പറഞ്ഞിട്ടില്ല. ഉദ്ദേശശുദ്ധിയെ കരുതി ഇത് നല്ലതാണ് എന്ന് തോന്നുകയാൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. നമസ്കാരം.